കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ വന്യമൃഗങ്ങൾ കാർഷിക വിളകൾക്ക് വലിയ നാശമാണ് ഉണ്ടാക്കുന്നത്. കാട്ടാന, കാട്ടുപന്നി തുടങ്ങിയ മൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് തടയാനുള്ള നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ലെന്നാണ് കർഷക സംഘത്തിന്റെ ആരോപണം. മന്ത്രിയുടെ നേതൃത്വത്തിൽ കർഷക സംഘടനകളുടെ യോഗം വിളിച്ചു ചേർക്കുകയും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയതുമാണ്. എന്നാൽ ഈ ഉറപ്പ് ലംഘിച്ച സാഹചര്യത്തിലാണ് വനംവകുപ്പ് ഓഫീസിനു മുന്നിൽ സമരം നടത്താൻ കർഷക സംഘം ഒരുങ്ങുന്നത്. ഗസ്റ്റ് ഹൗസിലുള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കമ്മിറ്റി ഉണ്ടാക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഇതുവരെയും ഉത്തരവൊന്നും വന്നിട്ടില്ല. എല്ലാം മന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിച്ചാണ്. വ്യത്യസ്തമായ സ്ഥിതിവിശേഷമുണ്ട്. കൃഷിക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതിനനുയോജ്യമായ രൂപത്തിലുള്ള നിലപാടുകൾ എടുക്കണം. വന്യമൃഗശല്യമുള്ള സ്ഥലങ്ങളിൽ ഏറുപടക്കം നൽകുന്നതല്ലാതെ കിടങ്ങുകളും മതിലുകളും വൈദ്യുതി വേലിയും സ്ഥാപിക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ലെന്നും ഇവർ ആരോപിക്കുന്നു. കാർഷികോൽപ്പന്നങ്ങൾ നഷ്ടപ്പെട്ട കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്നും കർഷക സംഘം ആവശ്യപ്പെട്ടു. ഈ മാസം 20-നാണ് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ കർഷക സംഘത്തിന്റെ സമരം. മീഡിയ 1 കോഴിക്കോട്.